പെരിയ ഇരട്ടക്കൊലക്കേസിൽ നാളെ വിധി പറയും. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് വിധി പറയുന്നത്. 24 പ്രതികളാണ് കേസിലുള്ളത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിര കേരള മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് ഈ 2019 ഏപ്രിൽ 17 കാസർഗോഡ് പെരിയയിൽ അരങ്ങേറിയ ഇരട്ട കൊലപാതകം. ആ ഇരട്ട കൊലപാതകം 7 വർഷത്തിനോട് അടുക്കുമ്പോൾ തന്നെ വിചാരണ വരുന്നു, പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. അതായത് നീചമായ പ്രവൃത്തി ചെയ്തവർക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബമുള്ളത്. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ചെയ്ത ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഈ കേസിൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ കുടുംബം പങ്കുവയ്ക്കുകയുണ്ടായി. അതായത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പെരിയ കല്യാട്ടെ ശരത് ലാലിനെയും കൃപേഷിനെയും കൊന്ന കേസിലാണ് CBI പ്രത്യേക കോടതി ഈ മാസം 28-ന് വിധി പറയുക. ഈ കേസിൽ മുൻ MLA-യും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CPM മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയുമായ K മണികണ്ഠൻ, മുൻ പെരിയ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ, മുൻ പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തുള്ളി തുടങ്ങിയ 24 പേരാണ് ഈ പ്രതിപട്ടികയിലുള്ളത്. ഈ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന A പീതാംബരനാണ് കേസിലെ ഒന്നാം പ്രതി. ഇയാൾ ഉൾപ്പെടെ 14 പേരെ ക്രൈംബ്രാഞ്ചും KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 10 പേരെ CBI-യുമാണ് അറസ്റ്റ് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസ് ആദ്യം അന്വേഷിച്ചത് ലോക്കൽ പോലീസിന്റെ പ്രത്യേക സംഘമായിരുന്നു. പക്ഷേ ഇവർ കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സർക്കാർ ഇടപെട്ട് ഈ അന്വേഷണം വഴിമാറ്റി വിട്ടതെന്നാണ് ഈ കുടുംബം ആരോപിച്ചത്. പിന്നീട് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് പോവുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ഈ സർക്കാരിന്റെ ചട്ടകമായി പ്രവർത്തിച്ചു എന്ന് കുടുംബം വലിയ രീതിയിൽ ആരോപണം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് കുടുംബത്തിന്റെ വലിയ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ കേസ് CBI-ക്ക് കൈമാറിയത്. CBI-ക്ക് കൈമാറി അതിവേഗം തന്നെ ഈ കേസിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി. അതായത് നേരത്തെ 14 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 14 പേരിൽ നിന്ന് 10 പേരെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തിയാണ് CBI കുറ്റപത്രം തയ്യാറാക്കിയത്. കൃത്യമായ അന്വേഷണമാണ് CBI ഇക്കാര്യത്തിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പഴുതുകൾ അടച്ചുള്ള ഈ അന്വേഷണത്തിൽ ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും ഇവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സാധിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബം ഉള്ളത്. എന്തായാലും മനസാക്ഷി ഞെട്ടിച്ച ഒരു കൊലപാതകത്തിൽ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കുമെന്നൊരു പ്രതീക്ഷയും കുടുംബത്തിനും കേരള മനസാക്ഷിക്കും ഉണ്ട്. എന്തായാലും ഈ കുടുംബം ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, അതായത് ഈ കേസ് ആദ്യഘട്ടത്തിൽ വാദിച്ചുകൊണ്ടിരുന്നത് ഈ ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് CK ശ്രീധരനാണ്. ഇയാൾ KPCC-യുടെ നേരത്തെ KPCC വൈസ് പ്രസിഡന്റും പിന്നീട് KPCC വൈസ് പ്രസിഡന്റായി ഇരുന്ന വ്യക്തിയാണ്, കോൺഗ്രസുകാരനാണ്. പിന്നീട് ഇയാൾ ഈ കേസിൽ നിന്ന് മാറുകയും ഇയാൾ CPM-ലേക്ക് ചേരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. കാരണം ഈ കേസിൽ ആദ്യം മുതൽ തന്നെ ഈ കുടുംബത്തിന് വേണ്ടി വാദിച്ച ഒരു വക്കീൽ തന്നെ, അതും പ്രമുഖനായ അഭിഭാഷകൻ തന്നെ CPM-ന് വേണ്ടി കൂറുമാറുകയും ഈ പാർട്ടി സ്ഥാനങ്ങളെല്ലാം രാജിവെച്ച് CPM-ൽ ചേരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഈ കുടുംബത്തിന് ഈ കേസ് നടത്തിപ്പിലും സംഭവിച്ചത്. അങ്ങനെ ഇപ്പോൾ ഈ വിധി വരാനിരിക്കെ ഈ ശ്രീകറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. കാരണം ഇത്തരത്തിൽ പ്രതികളിൽ നിന്ന് മറ്റെന്തെങ്കിലും വാങ്ങിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു കൂറുമാറ്റം അയാളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. നേരത്തെ ഈ ഘട്ടങ്ങളിലൊന്നും, അതായത് ഇയാൾ കൂറുമാറിയ ഘട്ടങ്ങളിലൊന്നും തന്നെ ഈ കുടുംബം ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വിധി വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ CK ശ്രീധരനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. ഇതിൽ ഒരു രാഷ്ട്രീയ മനസാക്ഷി ഇല്ലായ്മ അയാൾ കാണിച്ചു എന്നുള്ളതാണ് ഈ കുടുംബം ആക്ഷേപിക്കുന്നത്. എന്തായാലും കേരളം കാത്തിരിക്കുന്ന ഒരു വിധി. രണ്ട് നിർദ്ധരായ ചെറുപ്പക്കാരുടെ ഈ ക്ഷേത്ര കാര്യങ്ങളിലും മറ്റു സാമൂഹിക പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സജീവമായി ഇടപെടുന്ന 2 ചെറുപ്പക്കാരുടെ ദാരുണമായ കൊലപാതകത്തിലേക്ക് നയിച്ച വ്യക്തികളെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഈ കുടുംബമുള്ളത്. എന്തായാലും കേരളം കാത്തിരിക്കുന്ന വിധി 28-ന് വരുമെന്ന ഒരു പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. അതിര. ശരി ജോസഫ്.